നോമ്പുതുറ കഴിഞ്ഞ് വന്നപ്പം ഉപ്പയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അപ്പോൾ ഉപ്പ കുറേ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ രാത്രി തന്നെ അതൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ ചെറുപയറും വാഴൻ്റെ പൂവും പിന്നെ ചെരങ്ങൻ്റെ താളിച്ചതും ചോറ് വേണം കേട്ടോ. പിന്നെ റെസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം രാവിലെ ആയി. ഇസു എണീച്ച് ഇസുവിന് പഴം വാട്ടിയതും ബുൾസൈയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. തക്കാരത്തിന് നല്ലോണം ക്ഷീണമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെവി ആയിട്ടൊന്നും വേണ്ട, നല്ല നാടനായിട്ട് എന്തെങ്കിലും വെക്കാൻ വിചാരിച്ച് പുഴുക്ക് വെക്കാൻ വിചാരിച്ച്. അപ്പോൾ കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചേമ്പും കിട്ടിയിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ആയിട്ട് പുഴുക്കും പിന്നെ ഇന്നലെ ഇപ്പോൾ കൊണ്ടുവന്ന മീനും ഉണ്ടല്ലോ, അപ്പം മീൻകറിയും വെക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ കപ്പയും ചേമ്പും ഒക്കെ നല്ല മുറിച്ചിട്ടിട്ട് വേവിക്കാൻ വെച്ച്. അപ്പോഴേക്കും ഉമ്മച്ചി തേങ്ങയൊക്കെ ചിരവി അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കിട്ടോ. ആ കൈ ഉണ്ടോ ഇസു കൈ പിടിക്കണം, ഉമ്മച്ചി പിടിക്കാൻ നോക്കിയപ്പോഴും ഓളത് എടുത്ത്. പിന്നെ അരപ്പിലേക്ക് വലിയ ജീരകവും കരിവേപ്പിലയും മുളകും ചെറിയുള്ളിയാണ് ഇട്ടിട്ടുണ്ടതിന്, പിന്നെ ഗാർലിക്കും. അങ്ങനെ ആ അരപ്പ് വെന്ത് വന്നിട്ടുള്ളതിലേക്ക് ഇട്ടിട്ട് നന്നായി കുഴച്ചെടുത്ത്. പിന്നെ അതിന് വേണ്ടിയുള്ള മീൻകറിയാണ്, അത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു ഫസ്റ്റ്. എന്നിട്ട് ഇത് ഞാനൊരു ചെറിയ ഉള്ളിയും അത്യാവശ്യത്തിന് പച്ചമുളകും ഇട്ട് അരച്ചെടുത്തതാണ്. അതിട്ടിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച്. പിന്നെ അതിലേക്ക് ഞാൻ കരിവേപ്പിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ട് അതും ഒന്ന് നല്ലോണം ഇളക്കി, നല്ലോണം അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോണ വരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഏകദേശം വരണ്ട് വന്നെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അതിലേക്ക് ടൊമാറ്റോ അരച്ച് വെച്ചത്, അതൊരു 4 ടൊമാറ്റോളം ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടി ഞാൻ ആഡ് ചെയ്ത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് എന്നിട്ട് ഒന്ന് തിളച്ച് വന്നേരം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം അതൊന്ന് ഇളക്കി അതൊന്ന് ചെറുങ്ങനെ വേവാൻ വേണ്ടി വെച്ച് അതൊന്ന് ഇത്തിരി തിളച്ചപ്പം അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ച്. കുറച്ച് എനിക്ക് ചാറ് പോലെ വേണ്ടിയിരുന്നു, അപ്പോൾ ഞാൻ അത്യാവശ്യം പുളിവെള്ളം കൂടാണ്ട് ഒഴിച്ചിരുന്നു. എന്നിട്ട് ഞാൻ പുളി നേരത്തെ പുതിർത്തി വെച്ചിരുന്നതാണ്, അതും ഒഴിച്ച് അത്യാവശ്യം നല്ലോണം അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റിയിലുള്ള രീതിയിൽ പുളിക്കിന് വേണ്ടിയിട്ടില്ല, അപ്പോൾ കുറച്ച് ഒഴിച്ച് കൂട്ടാൻ വേണ്ടേ, അപ്പോൾ ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് അത് നല്ലോണം ഇളക്കി ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ച്. ഇന്നലത്തെ മീൻ ഓൾറെഡി ഞാൻ കഴുകി വെച്ചതായിരുന്നു, എന്നാലും ഒന്നും കൂടി ഞാൻ അതൊന്നിട്ട് ചെറുതെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നല്ലോണം കഴുകി എന്നിട്ട് അതിലേക്ക് അതിട്ടിട്ട് അതിന് മുകളിലൂടെ ഇപ്പോഴല്ലേനും ഇട്ട് എണ്ണ ഒഴിക്കേണ്ടിനെ. എണ്ണയും ഞാൻ കരിവേപ്പിലയും ഇത് തിളക്കുന്നതിന് മുന്നേ ഒഴിച്ചു. അപ്പം അമ്മച്ചി പറഞ്ഞു തന്ന് ആക്ച്വലി കറി നല്ല തിളച്ച് കഴിഞ്ഞിട്ടാണ് അത് ഇടേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നേരത്തെ ഒഴിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിയൊക്കെ റെഡിയായി. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മൊഹബത്ത് കാ സർബത്ത് എപ്പോഴും ഉണ്ടാക്കി എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ അത് ഞാനെങ്ങനെ അല്ലെങ്കിൽ ഞങ്ങളെങ്ങനെ ഉണ്ടാക്കണമെന്നാണ് പറയാൻ പോണത്. അപ്പം ഫസ്റ്റ് വത്തക്ക നല്ല അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും അരിഞ്ഞെടുക്കണം കേട്ടോ. അധികം വലിയ ബൈറ്റ്സ് വേണ്ട, ചെറിയ ബൈറ്റ്സ് മതി, അതാണ് കുടിക്കാനും ഒക്കെ എളുപ്പം. അതിലേക്ക് കുറച്ച് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കണ്ടൻസ്ഡ് മിൽക്കാണ് വേണ്ടതെങ്കിൽ കുറേ എമൗണ്ട് ഓഫ് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറും ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സ്കിംഡ് മിൽക്കാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ സാധാ പശുമ്പാലാണ് കേട്ടോ ആഡ് ചെയ്യണത്, പാക്കറ്റ് പാലല്ല. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ഞാനത് നീട്ടിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പൂതി ഉണ്ടായിരുന്നു ബീച്ചിൽ നിന്നൊക്കെ കിട്ടുന്ന ഇറ്റാലി ഗ്രീൻ പീസിൻ്റെ കഴിക്കാൻ. അപ്പം ഞാൻ അതും പ്രിപ്പയർ ചെയ്ത് അങ്ങനെ പുഴുക്കും മീൻകറിയും പിന്നെ ആ ഗ്രീൻ പീസിൻ്റെതും ഒക്കെ റെഡി ആയിട്ടോ. പിന്നെ കടികൾ അധികമൊന്നും ഉണ്ടായിട്ടില്ല, സമൂസയും കുറച്ച് ഡേറ്റ്സ് പൊരിച്ചതും പഴം പൊരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൊഹബത്ത് കാ സർബത്തും പിന്നെ ഇന്നലെ മന്തി ഉണ്ടായിരുന്നു കേട്ടോ, രാത്രി വാങ്ങിയിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, അതും ഉണ്ടായി. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ നോമ്പ് തുറന്നേരം ഫസ്റ്റ് തന്നെ ഗ്രീൻ പീസാണ് കുടിച്ചത്. പിന്നെ ടാങ്ക് കുടിച്ച് മൊഹബത്ത് കാ സർബത്ത് കുടിച്ച് പിന്നെ കടികൾ ഓരോന്ന് തിന്ന് പിന്നെ പുഴുക്കും മീൻകറിയും കൂടി കൂട്ടി. അപ്പം അത്രയേ ഉള്ളൂ.